അല്ല, നമ്മൾ ഇത് പ്രതീക്ഷിച്ചതല്ലേ. 2 ടൈം തുടർച്ചയായിട്ട് MLA ആയിരുന്ന, ഈ നിയോജകമണ്ഡലത്തിൽ MLA ആയിരുന്ന ഒരാൾ, ആ MLA ആയിരുന്ന ഒരാൾ അദ്ദേഹം രാജിവെച്ച് ഒരു മത്സരം നടക്കുക. ആ മത്സരത്തിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് വ്യക്തിപരമായ സ്വാധീനം ഉണ്ടാവുമല്ലോ. അതിനപ്പുറത്തൊന്നും സംഭവിച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അൻവറിനെ ഇനി അതായത് 20,000 വോട്ടോളം പിടിച്ച് അദ്ദേഹം ശക്തി തെളിയിച്ചിരിക്കുകയാണ്. ഇനി UDF-ലേക്ക് എടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എന്താണ്? അല്ല, അത് ഞാനല്ല തീരുമാനിക്കുന്നത്, എൻ്റെ നേതൃത്വമാണ്, UDF നേതൃത്വമാണ് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അവരാണ് ആ കാര്യം തീരുമാനിക്കുന്നത്. ആദ്യം മുതലേ ഞാൻ പറഞ്ഞത് തന്നെയാണ്. നിങ്ങൾ എത്ര ആവർത്തിച്ച് ചോദിച്ചാലും, തെരഞ്ഞെടുപ്പിന് മുൻപാണെങ്കിലും തെരഞ്ഞെടുപ്പിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷമാണെങ്കിലും എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യമുള്ളൂ. ഞാനല്ല അൻവറിനെ എടുക്കുന്നത്, ഞാനല്ല അൻവറിനെ എടുക്കണ്ട എന്ന് പറയുന്നത്. അത് തീരുമാനം എൻ്റെ നേതൃത്വമാണ്, UDF നേതൃത്വം. ആദ്യ ഘട്ടത്തിൽ താങ്കളുടെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കാതിരുന്നു. പക്ഷേ ഇന്നലെ വിജയിച്ചതിന് ശേഷം പറഞ്ഞത് എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകുമെന്നുള്ളതാണ്. ഇതൊക്കെ ജനങ്ങൾ അതിന് കൃത്യമായി വിധി എഴുതി കഴിഞ്ഞില്ലേ. ഇതാരെ പറ്റും ആരെ പറ്റില്ല എന്നൊക്കെ ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾക്ക്, ചർച്ചകൾക്ക് വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജനങ്ങൾ തീരുമാനിച്ചു. ജനങ്ങൾക്ക് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള കാര്യങ്ങൾക്ക് ഒരു വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വാസ്തവത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതാണ് ഈ കാര്യം. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കാലത്തും തെരഞ്ഞെടുപ്പിന് മുൻപുമായിട്ട് ഒരു 100 തവണ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ആ 100 തവണ പത്രസമ്മേളനം നടത്തിയതിൽ ഒരു 75 തവണയും എന്നെക്കുറിച്ച് എന്നോട് എന്തൊക്കെയോ പരാമർശിച്ചിട്ടുണ്ട്. ഞാൻ അത്തരം കാര്യങ്ങൾക്കൊന്നും ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. പിന്നെ പൊതുവായ കാര്യങ്ങളിൽ, പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പറയേണ്ടതുണ്ടെങ്കിൽ പറയാം എന്നല്ലാതെ ഇതൊക്കെ പഠിച്ച് പറയേണ്ട കാര്യമാണ് എന്തായാലും.